മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ. അസാധാരണമായ ദിവ്യശക്തികളുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം നേടിയെടുത്ത സിദ്ധികളെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ദിവസം മുറ്റത്ത് വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ഇരുന്നെന്തോ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു സന്യാസി. അപ്പോ സന്യാസിയുടെ മേലേക്ക് എന്തോ വന്ന് വീണു. അയ്യോ! നോക്കിയപ്പോഴോ അതൊരു എലിക്കുഞ്ഞായിരുന്നു. ഒരു പൂച്ച അതിനെ പിടിക്കാൻ ഓടിച്ചപ്പോഴാണ് എലി അറിയാതെ സന്യാസിയുടെ മേൽ വന്നു വീണത്. സന്യാസി വേഗം ആ പൂച്ചയെ ഓടിച്ച് എലിയെ രക്ഷിച്ചു. എന്നിട്ട് അതിന് കുറച്ച് ഭക്ഷണം കൊടുത്തു. അതിനുശേഷം എലി സന്യാസിയുടെ ആശ്രമത്തിൽ തന്നെയായി താമസം. സന്യാസി ധ്യാനത്തിലിരിക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും എലിയും കൂടെ നടക്കും. എന്നിട്ട് അതിന് പറ്റുന്ന പോലെ സന്യാസിയെ സഹായിക്കും. ഇടയ്ക്ക് ചെടികൾക്ക് വേണ്ടി കുഴിയെടുക്കാനും വെള്ളം നനയ്ക്കാനും ഒക്കെ എലിക്കുഞ്ഞോടി നടന്നു. ഇതെല്ലാം കണ്ട സന്യാസി എലിക്കുഞ്ഞിനെ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് ഒരു സുന്ദരിയായ പെൺകുട്ടിയാക്കി മാറ്റി. സ്വന്തമായൊരു മകളില്ല എന്ന സന്യാസിയുടെ ദുഃഖം അതോടെ മാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെ യുവതിക്ക് വിവാഹം കഴിക്കണമെന്ന് ആശ വന്നു. സന്യാസി അവളോട് ആരെയാണ് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. സന്യാസി അച്ഛാ, എനിക്ക് ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഒരു വ്യക്തിയെ വിവാഹം ചെയ്യണമെന്നാണ് ആഗ്രഹം. യുവതി പറഞ്ഞു. ആരാണ് ലോകത്തിൽ ഏറ്റവും കരുത്തനെന്ന് സന്യാസി ആലോചിച്ചു. അപ്പോഴാണ് സൂര്യന്റെ ചൂടേറ്റ് വലയുന്ന ഒരു കർഷകനെ അദ്ദേഹം കണ്ടത്. സൂര്യൻ തന്നെ ഏറ്റവും കരുത്തൻ. എന്റെ മകൾക്ക് പറ്റിയ വരൻ സൂര്യനാണ്, അദ്ദേഹം ഉറപ്പിച്ചു. ഉടൻ തന്നെ സന്യാസി മകളെയും കൂട്ടി സൂര്യനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. സൂര്യൻ ദാ ഇങ്ങനെയാ മറുപടി പറഞ്ഞത്. അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അങ്ങ് കരുതും പോലെ ഞാനല്ല ഏറ്റവും കരുത്തൻ. എന്നെപ്പോലും മറയ്ക്കാൻ കഴിവുള്ള മേഘമാണ് എന്നെക്കാളും കരുത്തൻ. എങ്കിൽ പിന്നെ മേഘത്തെ തന്നെ മകൾക്ക് വരനാക്കാം എന്ന് സന്യാസി കരുതി. അദ്ദേഹം മേഘത്തിന്റെ അടുത്തെത്തി തന്റെ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. മേഘത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സൂര്യൻ പറഞ്ഞത് ശരിയാണ്. സൂര്യനെ മറയ്ക്കാൻ എനിക്ക് കഴിവുണ്ട്. പക്ഷേ എന്നെ പോലെ ഓടിക്കാൻ കഴിവുള്ളവനാണ് കാറ്റ്. അപ്പോ അവനല്ലേ അങ്ങയുടെ മകൾക്ക് യോജിച്ച കരുത്തനായ വരൻ? മേഘം പറഞ്ഞത് ശരിയാണെന്ന് സന്യാസിക്കും തോന്നി. അദ്ദേഹം പിന്നീട് കാറ്റിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു. തന്റെ അടുത്തേക്ക് എത്തിയ സന്യാസിയുടെ ആവശ്യം അറിഞ്ഞ കാറ്റ് പറഞ്ഞു. അങ്ങേക്ക് തെറ്റിപ്പോയി. എന്നെ വഴിമുടക്കാൻ കഴിവുള്ള പർവ്വതരാജനാണ് ഏറ്റവും കരുത്തൻ. അതുകൊണ്ട് അങ്ങ് മകളെ പർവ്വതരാജന് വിവാഹം ചെയ്തു കൊടുക്കുക. പർവ്വതരാജനാണ് കരുത്തനെന്ന് സന്യാസിക്കും ബോധ്യമായി. അദ്ദേഹം തന്റെ മകളെയും കൂട്ടി പർവ്വതരാജന്റെ അടുത്തെത്തി തന്റെ മകളെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചു. പർവ്വതരാജൻ വിനയത്തോടെ പറഞ്ഞു. അല്ല സന്യാസി വര്യ, അത് അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെ. എന്നാൽ അങ്ങ് ഏറ്റവും കരുത്തനായ ഒരാളെയാണ് തേടുന്നതെങ്കിൽ അത് ഞാനല്ല. എൻ്റെ ശരീരത്തില് വലിയ മാളങ്ങൾ ഉണ്ടാക്കുവാനും എന്നെ തകിടം മറിക്കാനും തക്ക ശക്തിയുള്ള മൂഷികനാണ് എന്നെക്കാളും കരുത്തൻ. അതുകൊണ്ട് അങ്ങ് എലിയെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. പർവ്വതരാജന്റെ വാക്കുകൾ കേട്ട യുവതി എലി തന്നെയാണ് ഏറ്റവും ശക്തനെന്ന് മനസ്സിലാക്കി. എന്നിട്ട് എലിയെ വിവാഹം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ സന്യാസി എലിയുടെ അടുത്തേക്ക് മകളെയും കൊണ്ടുപോയി. അദ്ദേഹം എലിയോട് ഇങ്ങനെ പറഞ്ഞു. എല്ലാവരെയും തന്റെ കൊടുഞ്ചൂട് കൊണ്ട് വിറപ്പിക്കുന്ന, മേഘത്തെ തുരത്താൻ ശക്തിയുള്ള, കാറ്റിനെ തടയാൻ കെൽപ്പുള്ള, പർവ്വതത്തെ തുരക്കാനും മറിച്ചിടാനും വരെ ശേഷിയുള്ള നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്റെ മകളുടെ ആഗ്രഹം പോലെ നീ അവളെ വിവാഹം ചെയ്യണം. സന്യാസിയുടെ ആവശ്യം കേട്ട മൂഷികൻ ദാ ഇങ്ങനെ മറുപടി പറഞ്ഞു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാനാണ് ഏറ്റവും കരുത്തൻ. അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരു മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലല്ലോ. എന്റെ വർഗത്തിൽപ്പെട്ട ഒരു വിളയെ ഞാൻ വിവാഹം കഴിക്കൂ. ഉടനെ തന്നെ യുവതി സന്യാസിയോട് പറഞ്ഞു. സന്യാസി അച്ഛാ, എനിക്ക് ഈ കരുത്തനായ എലിയെ തന്നെ വിവാഹം കഴിക്കണം. അതിന് എന്നെ അങ്ങ് വീണ്ടും ഒരു എലിയാക്കി മാറ്റാമോ? കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തിയ വിധിയെക്കുറിച്ചോർത്ത് സന്യാസി പുഞ്ചിരിച്ചു. അദ്ദേഹം മകൾ ആഗ്രഹിച്ചതുപോലെ തന്റെ ദിവ്യശക്തി കൊണ്ട് അവളെ വീണ്ടും പഴയ എലിയാക്കി മാറ്റി.
എലിയായി മാറിയ അവൾ ആഗ്രഹിച്ച പോലെ ആ മൂഷികനെ വിവാഹം ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി മാറി. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്നത് മലയാളത്തിലെ ഒരു ചൊല്ലാണ്. ആരെങ്കിലും താഴ്ന്ന നിലയിൽ നിന്നും നല്ല നിലയിലേക്ക് ഉയർന്ന് പിന്നീട് വീണ്ടും സ്വന്തം പ്രവർത്തികൾ കൊണ്ട് പഴയ പോലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയാൽ ഇങ്ങനെ വിശേഷിപ്പിക്കും. ജീവിതത്തിലെ ഓരോ കാര്യവും മൂഷിക സ്ത്രീയുടെ കഥ പോലെ ആപേക്ഷികാണ്. ഒന്നിലും തൃപ്തരല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. കഥ ഇഷ്ടായോ?